നമസ്കാരം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച എങ്ങനെയായിരിക്കും? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്നൊരു സമയമാണ്. ഇത് നല്ല കാര്യമാണ്, കാരണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. പക്ഷേ അതിൻ്റെ കൂടെ ചെറിയൊരു മെന്റൽ സ്ട്രെസ് വരാനും സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ശരി, ഈ ആഴത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ജോലിയെയും ബിസിനസ്സിനെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ആഴ്ച ചില നല്ല അവസരങ്ങൾ മുന്നിൽ വരും, പക്ഷെ അതേസമയം ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടിയും വരും. ജോലിസ്ഥലത്ത് ഈ ആഴ്ചയ്ക്ക് ഒരു രണ്ട് മുഖമുണ്ടെന്ന് പറയാം. ഒരു വശത്ത് ഗവൺമെന്റ്, റിസർച്ച്, മെഡിക്കൽ, IT ഈ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ചില സ്പെഷ്യൽ അവസരങ്ങൾ മുന്നിൽ വരും. പക്ഷെ മറുവശത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുക. സഹപ്രവർത്തകരോടെല്ലാം തുറന്നു പറയുന്ന ശീലം ഈ ആഴ്ച അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വലിയ തീരുമാനങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം. ഈ ആഴ്ച പണത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ആഴ്ച കയ്യിലേക്ക് പണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വന്ന അതേ വേഗത്തിൽ അപ്രതീക്ഷിതമായ ചില ചെലവുകളായിട്ട് അത് പോവാനും ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. പഴയ കടങ്ങളൊക്കെ തീർക്കാനൊരു അവസരം കിട്ടിയാൽ അത് പാഴാക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു തിടുക്കവും കാണിക്കരുത്. എവിടെയെങ്കിലും പണം മുടക്കുന്നതിന് മുൻപ് നന്നായിട്ട് അതിനെപ്പറ്റി പഠിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മുടെ ബന്ധങ്ങളും. ഈ ആഴ്ച കുടുംബത്തിലും സൗഹൃദങ്ങളിലുമൊക്കെ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്: നിങ്ങളുടെ വാക്കുകൾ ഒന്ന് സൂക്ഷിച്ചുപയോഗിക്കുക. കാരണം നിങ്ങളുടെ സംസാരത്തിന് ബന്ധങ്ങളെ മുറിവേൽപ്പിക്കാനും അതേപോലെ തന്നെ ഒരുമിപ്പിക്കാനും ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടാവും. ഒന്നോർക്കുക, ചെറിയ വാക്കുതർക്കങ്ങൾ പോലും ഈ ആഴ്ച ചിലപ്പോൾ വലുതായി പോയേക്കാം. അതുകൊണ്ട് പറ്റുന്നത്രയും സംയമനം പാലിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിലെ മുതിർന്നവരോടൊന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ബന്ധങ്ങളിലെ ഈ ശ്രദ്ധ പോലെ തന്നെ നമ്മുടെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആഴ്ച ശാരീരികമായതിനേക്കാൾ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മാനസികാരോഗ്യത്തിനാണ്. ഈ ആഴ്ച നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരുതരം മെന്റൽ ഫെറ്റീഗ് അഥവാ മാനസിക ക്ഷീണത്തെയാണ്. വല്ലാത്തൊരു തളർച്ച അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കം ശരിയാവാത്ത അവസ്ഥ, ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാകാം. ഇതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ കാര്യങ്ങളുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള മൊബൈൽ ഫോൺ ഉപയോഗം ഒന്ന് കുറച്ചാൽ തന്നെ വലിയ മാറ്റമുണ്ടാകും. അതോടൊപ്പം ദിവസവും ഒരു കുറച്ചു സമയം ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി മാറ്റിവെക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം തരും. ശരി, അപ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളികളെയൊക്കെ നേരിടാനും വരുന്ന അവസരങ്ങൾ മുതലാക്കാനും നിങ്ങളെ സഹായിക്കുന്ന ചില പരിഹാരങ്ങളും ഭാഗ്യചിഹ്നങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച നല്ല ഫലങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്നാമതായി, വരുന്ന തിങ്കളാഴ്ച നാഗദേവതയ്ക്ക് ഒരു പാലഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ആ മന്ത്രം 11 തവണയാണ് ജപിക്കേണ്ടത്. ഓർമ്മിക്കുമല്ലോ, 11 തവണ. 5, അതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ ഭാഗ്യഘടകങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം, അല്ലേ? നിങ്ങളുടെ ലക്കി ഡേ തിങ്കളാഴ്ചയാണ്. ഭാഗ്യം കൊണ്ടുവരുന്ന നിറം പച്ചയാണ്. പിന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ 5. ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും സഹായകമാകും. അപ്പോൾ ഈ ആഴ്ചയിലെ വഴികാട്ടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ചിന്തകൾക്ക് ആഴം കൂടുന്ന, വാക്കുകൾക്ക് ശക്തിയേറുന്ന ഈ സമയത്തെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിജയമാക്കി മാറ്റാൻ പോകുന്നത്? നന്നായി ചിന്തിക്കുക, പ്രവർത്തിക്കുക. അടുത്ത ആഴ്ചയിലെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും